എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് അവിൽ വിളയിച്ചതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടണിലെ ആൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്യണേ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. ഇന്ന് തയ്യാറാക്കുന്ന അവിൽ വിളയിച്ചതിന് ആവശ്യമായ സാധനങ്ങൾ: തേങ്ങ, മട്ട അവിൽ, നെയ്യ്, ഏലക്ക, പഞ്ചസാര ചേർത്ത് പൊടിച്ചത്, നിലക്കടല, പൊരികടല, വെള്ള എള്ള്, ശർക്കര എന്നിവയാണ്. ആദ്യം പാൻ കത്തിച്ച് ഒരു കടായി വയ്ക്കുക. കടായിലേക്ക് 1 കപ്പ് അവിലിട്ട് കൊടുക്കുക. 1 സ്പൂൺ നെയ്യ് ചേർത്ത് സിമ്മിൽ വറുക്കുക. മട്ട അവിലിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിന് പകരമായി വെള്ള അവിലോ പരന്ന അവിലോ ഏത് അവിലിൽ വേണമെങ്കിലും ഇത് ചെയ്യാം. 2-3 മിനിറ്റ് എടുക്കും അവിൽ ക്രിസ്പിയായി വരാൻ. ഇനി ഇത് കടായിൽ നിന്ന് മാറ്റി ഒരു പാത്രത്തിലാക്കി വയ്ക്കാം. ഇനി അതേ കടായിൽ 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യിലേക്ക് നമ്മൾ എടുത്തു വെച്ച നിലക്കടല, പൊരികടല, വെള്ള എള്ള് എന്നിവ ചേർത്ത് സിമ്മിൽ വറുക്കുക. തോല് കളഞ്ഞ വറുത്ത നിലക്കടലയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിന് പകരമായി തോലോട് കൂടിയ വറുത്ത നിലക്കടലയോ വറുക്കാത്ത നിലക്കടലയോ യൂസ് ചെയ്യാം. വറുക്കാത്ത നിലക്കടലയാണെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് വറുക്കുക. കടല വറുത്ത് കിട്ടാൻ 3-4 മിനിറ്റ് സമയമെടുക്കും. എള്ള് പൊട്ടിയാൽ ഗ്യാസിൽ നിന്ന് മാറ്റി ഒരു പ്ലേറ്റിലേക്ക് ഇടുക. ഇനി വീണ്ടും സെയിം കടായിൽ തന്നെ 1 കപ്പ് തേങ്ങ ചേർത്ത് വറുക്കുക. 1 സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് വഴറ്റുക. നെയ്യിൽ തേങ്ങ വഴറ്റി ചേർക്കുമ്പോൾ രുചി ഒന്നുകൂടി കൂടും. തേങ്ങ ബ്രൗണൊന്നും ആവേണ്ട, 1 മിനിറ്റ് വഴറ്റിയാൽ മതി. ഇനി ഇതും ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. തേങ്ങ വറുത്ത കടായി തന്നെ വീണ്ടും വയ്ക്കുക. ഇനി 1 കപ്പ് ശർക്കരയും 1/4 കപ്പ് വെള്ളവും ചേർത്ത് ശർക്കരപ്പാനി തയ്യാറാക്കുക. പാവ് പതമൊന്നും ആവേണ്ട, ശർക്കരപ്പാനി തിളച്ച് പതഞ്ഞു വരുമ്പോൾ വറുത്ത തേങ്ങയിട്ട് യോജിപ്പിക്കുക. ഇനി വറുത്ത് വെച്ച നിലക്കടല, പൊരികടല, എള്ള് എന്നിവ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വറുത്ത അവിൽ ചേർക്കുക. 1 സ്പൂൺ ഏലക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായി യോജിപ്പിച്ചെടുത്താൽ സ്വാദിഷ്ടമായ അവിൽ വിളയിച്ചത് റെഡി. ഇത് സ്റ്റോർ ചെയ്ത് കുറച്ച് ദിവസം ഉപയോഗിക്കാം. വെള്ള എള്ളിനു പകരം കറുത്ത എള്ളിലും ഇത് ഉണ്ടാക്കാം. കുട്ടിക്കാലത്ത് വിരുന്നുകാർ വരുമ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയിരുന്ന തനി നാടൻ 4 മണി പലഹാരമാണ് അവിൽ നനച്ചത് അഥവാ അവിൽ വിളയിച്ചത്. നൊസ്റ്റാൾജിക് ഓർമ്മകൾ കൂടി ഉണർത്തുന്ന ഒരു മധുര വിഭവമാണിത്, കൂടാതെ ഹെൽത്തിയും. ഈ സിമ്പിൾ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു നല്ല വിഭവവുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.